ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ എക്സസൈസിന്റെ ലാസ്റ്റ്, അതായത് 2.3യുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് വൺ ആണ്. ഫ്രാക്ഷൻ ഇൻറ്റു ഫ്രാക്ഷൻ തന്നെയാണ്. അതിനകത്ത് മിക്സഡും എല്ലാം വരണം. നമുക്ക് ഓരോന്ന് പറയാനായിട്ട് പെട്ടെന്ന് അങ്ങ് ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ക്വസ്റ്റ്യൻ വലിയ ക്വസ്റ്റ്യൻസ് ഒത്തിരി ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുക. എഴുതുന്നുണ്ട് കേട്ടോ. 2/5 ഡിവൈഡഡ് ബൈ 1/2. രണ്ട് ഫ്രാക്ഷൻ വന്നു, നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ റെസിപ്രോക്കൽ കാണും അല്ലേ. 2/5 ഇൻറ്റു 2/5 അറിയാം മക്കളെ. രണ്ടാമത് കിടക്കുന്നത് റെസിപ്രോക്കൽ. 1/2 തിരിഞ്ഞു വരും. മൾട്ടിപ്ലൈ ചെയ്തൊന്നുമില്ലല്ലോ, ക്യാൻസലേഷൻ. 2 × 2 4, 5 × 1 5. ഇംപ്രോപ്പറാണ്, അപ്പം സോറി പ്രോപ്പറാണ്, അതുകൊണ്ട് ഇത് വേണ്ട. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 4/9 ഡിവൈഡഡ് ബൈ 2/3. എന്ത് ചെയ്യുക? 4/9 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ 3/2. ഇവിടെ ക്യാൻസൽ ചെയ്യാം. എനിക്ക് 2 4 2ന്റെ മൾട്ടിപ്പിൾ 2 × 1 2, 2 × 2 4, 3യും 9ഉം 3യുടെ മൾട്ടിപ്പിൾ 1 × 3 3, 3 × 3 9. ഇനി ബാക്കി മേലുള്ളവർ തമ്മിൽ 2 × 1 2, ഡിനോമിനേറ്റർ തമ്മിൽ 3 × 1 3. ഇതൊരു പ്രോപ്പറാണ്. 2/3 പ്രോപ്പറാണ്, അതുകൊണ്ട് വേറെ പരിപാടിയൊന്നുമില്ല. തേർഡ് വൺ, 3/7 ഡിവൈഡഡ് ബൈ 8/7. ചെയ്ത മക്കളെ. 3/7 ഇൻറ്റു തിരിഞ്ഞു വരും അല്ലേ, 7/8. ഓക്കെ, 7 7 ക്യാൻസൽ ആയിപ്പോയി. ബാക്കി ഇനി ആരേ ഉള്ളൂ? 1 അല്ലേ ഉള്ളൂ. 3 × 1 3, 1 × 8 8. പ്രോപ്പറാണ്, അതുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ ഇടാം. അപ്പോൾ 3 എണ്ണം കഴിഞ്ഞു. അടുത്തത് നാലാമത്തതിനകത്ത് നമ്മുടെ മിക്സഡ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ മിക്സഡ് വന്നാലൊന്നും നമുക്ക് പേടിയില്ല. പേടിയുണ്ടോ? ഇല്ലല്ലോ. മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കിയാൽ പോലെ അല്ലേ. ഇംപ്രോപ്പർ ആക്കിയ 2 × 3 6, 6 + 1 7. 7/3 ഡിവൈഡഡ് ബൈ 3/5. ഓക്കെ, ഇനിയും ഡിവിഷൻ ഉണ്ടോ? ഇല്ല. അപ്പം മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി തിരിച്ചിടും അല്ലേ. റെസിപ്രോക്കൽ 3/5 5/3 ആകും. ഒന്നും ക്യാൻസലേഷൻ ഇല്ല. അപ്പം 7 × 5 35, 3 × 3 9. ഇംപ്രോപ്പറാണ്, മിക്സഡ് ആക്കാം. 37 ഓക്കെ. 8. ആൻസർ എത്രയാണ്? 3 8/9. ഓക്കെ, മിക്സഡ് ആക്കിയതാ. തെറ്റിയോ നോക്കണ്ടേ അവിടെ വല്ലതും ചെയ്ത് വന്നപ്പം. ഓക്കെ, അടുത്തത് 3 and 1/2 ഡിവൈഡഡ് ബൈ 8/5. മിക്സഡ് വന്ന മക്കളെ നമ്മൾ പിന്നെ ഇംപ്രോപ്പർ ആക്കും. 3 × 2 6 + 1 7/2 ഡിവൈഡഡ് ബൈ 8/3. സാധാരണ ചെയ്യുന്നത് പോലെ റെസിപ്രോക്കൽ കണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 8/3 ആയിരുന്നു, തിരിച്ചിട്ടു 3/8. ഒന്നുമില്ല, ക്യാൻസൽ ചെയ്യാൻ. അപ്പോൾ 7 3 21 16. ഇംപ്രോപ്പർ ആണ്. അപ്പൊ എന്ത് ചെയ്യും? 16 5. അപ്പൊ ആൻസർ 1 and 5/60 അല്ലേ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ 5 എണ്ണം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത 6 5 എണ്ണം ചെയ്ത് കഴിഞ്ഞു. നമ്മൾ 6ാമത്തെ ക്വസ്റ്റ്യൻ എഴുതാൻ പോവാണ്. 2/5 ഡിവൈഡഡ് ബൈ 1 and 1/2. ഈ പ്രാവശ്യം മിക്സഡ് കിടക്കുന്നത് സെക്കൻഡ് പൊസിഷനിലാണ്. സാധാരണ ചെയ്യുന്നല്ലോ തന്നെ. 2/5 ഡിവൈഡഡ് ബൈ, ഇതിനെ ഇംപ്രോപ്പർ ആക്കാൻ പോവാ. 2 × 1 2, 1 + 2 1, 2 + 1 3, 3/2. ഓക്കെ, അപ്പൊ 2/5 ഇൻറ്റു 2/3 അല്ലേ. ഇതിന്റെ റെസിപ്രോക്കൽ 3/2ന്റെ റെസിപ്രോക്കൽ. ഒന്നുമില്ല മക്കളെ, ക്യാൻസൽ ചെയ്യാൻ. അപ്പൊ എന്ത് ചെയ്യും? 2 × 2 4, 5 × 3 15. ഞാൻ അങ്ങനെ എഴുതുന്നതുകൊണ്ട് നിങ്ങൾ അറിയാതിരിക്കരുത് കേട്ടോ. പറഞ്ഞിട്ടുള്ളതാണ്. ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. അടുത്ത 3 1/5 ഡിവൈഡഡ് ബൈ 1 2/3. ഓ, ഈ പ്രാവശ്യം രണ്ടും മിക്സഡ് വന്നു. സിമ്പിൾ അല്ലേ. നമ്മൾ അതിനെ ഇംപ്രോപ്പർ ആക്കി ചെയ്താൽ മതി. 15 1 16.
ബൈ 5 അല്ലേ. 5 into 3 plus 1 16 ഡിവൈഡ് ബൈ ഇവിടെ ഇത് തന്നെ 5 by 3. ഇംപ്രോപ്പർ അല്ല സോറി മിക്സഡ് നമ്മൾ ഇംപ്രോപ്പർ ആക്കി. ഓക്കെ, ഇനി എന്താണ് റെസിപ്രോക്കൽ കണ്ട് മൾട്ടിപ്ലൈ 3 മേളിൽ വരും 5 താഴെ, ഒന്നുമില്ല ഡിവൈഡ് ചെയ്യാനല്ലേ. അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തില്ല. 18 48 ബൈ 25. ഇംപ്രോപ്പർ ആണ്. 48നെ 25 കൊണ്ട് 1 25 5 3 8 23. അപ്പൊ ആൻസർ എത്രയാണ്? 123 by 25. 123 by 25. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. 8th one. ഇത് സിമ്പിൾ അല്ലേ? നിങ്ങൾ എന്ത് ഈസി ആയിട്ടാണ്, എനിക്കറിയാം നിങ്ങൾക്കത് ഈസി ആണെന്ന് എനിക്കറിയാം. എന്നാലും ചെയ്ത് കാണിക്കണമല്ലോ. 2 and 1 by 5 divided by 1 and 1 by 5. ഇതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. എനിക്ക് ഈസിയാന്ന് പറഞ്ഞാൽ ഉഴപ്പിവിടരുത്, കാരണം മൾട്ടിപ്ലിക്കേഷൻ എവിടെയും പോയില്ലേ. 2 10 11 by 5 അല്ലേ. 5 into 10 plus 1 divided by 6 by 5. 1 5 5 6. ഓക്കെ മക്കളെ, 11 by 5 into തിരിച്ച് 5 by 6. ഇവിടെ ഒരു ക്യാൻസലേഷൻ വന്നു. മേളിലും 5 ഒത്തിരി നേരം കണ്ടല്ലേ. പിന്നെ ഇവിടെ 1 into 11 by 1 into 6 6. ഇംപ്രോപ്പർ ആണ്. അതുകൊണ്ട് നമ്മൾ മിക്സഡ് ആക്കുക. 1 1 5 by 6. ഇത്രയേ ഉള്ളൂ. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. മിക്സറിനെ ഇംപ്രോപ്പർ ആക്കി പിന്നെ തിരിച്ചിട്ട് ഗുണിച്ചു. അതായത് റെസിപ്രോക്കൽ കണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. പ്രോപ്പർ ആണെങ്കിൽ ഓക്കെ, ഇംപ്രോപ്പർ ആണെങ്കിൽ നമ്മളതിനെ തിരിച്ച് പിന്നെ മിക്സഡ് ആക്കി എഴുതും. ഇത്രയേ ഉള്ളൂ മക്കളെ. സിമ്പിളായിട്ടുള്ള കുറേ ഭാഗങ്ങളാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗം. ഓക്കെ, എല്ലാവരും എന്നാലും ചുമ്മാ നോക്കി വിടരുതേ മക്കളെ. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണം. അതായത് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇതൊന്ന് ചെയ്യുക. അപ്പം നിങ്ങളത് സിമ്പിളായിട്ട് അത് പഠിച്ചോളും. ഈസി ആയിരിക്കും. ഓക്കെ മക്കളെ, എല്ലാവരും ചെയ്ത്, എനിക്കതേ ഉള്ളൂ നിങ്ങളുള്ള റിക്വസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഓക്കെ, താങ്ക് യു.